നമസ്തേ. ഇന്ന് നമുക്ക് ഭുജംഗാസന സീരീസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഭുജംഗാസന സീരീസ് എന്ന് പറയുമ്പോൾ ഭുജംഗാസന വേരിയേഷൻ 1, വേരിയേഷൻ 2, വേരിയേഷൻ 3, പിന്നെ ഭുജംഗാസന. ഈ 4 ടൈപ്സ് ഭുജംഗാസനയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് എന്തിനൊക്കെയാണ് മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്ക്വേർഡ് ബെൻഡിങ് പോസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലോവർ ബാക്കിലാണ് അധികവും സ്ട്രെച്ച് കിട്ടുക. അതുകൊണ്ട് തന്നെ നമുക്ക് ലോവർ ബാക്ക് പെയിന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്പൈൻ ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ ബോഡി അലൈൻമെന്റ് ഉണ്ടല്ലോ, നമുക്കൊരു പോസ്ചർ ഉണ്ടല്ലോ, ആ പോസ്ചർ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമുക്ക് ബാക്ക് ഹഞ്ചില്ലേ, ഈ കൂനൊക്കെ ഉണ്ടാവുമല്ലോ, അതായത് നമ്മളിങ്ങനെ എന്താ കുനിഞ്ഞ് നടന്ന് അല്ലെങ്കിൽ കുറച്ചെങ്കിലും ചിലർക്ക് ഉണ്ടാവും ഈ ഒരു ഭാഗത്ത്, ബാക്ക് ഭാഗത്ത് ആ ഒരു ബാക്ക് ഹഞ്ച് ഉണ്ടാവും, അത് പോവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ പോസ്ചർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സീരീസ് ആണ് ഈ ഭുജംഗാസന സീരീസ്. അത് മാത്രമല്ല, ഇത് നമുക്ക് വയറിനും സ്ട്രെച്ച് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബെല്ലി ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന പോസ്റ്റേഴ്സ് ആണ് ഇത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഭുജംഗാസന വേരിയേഷൻ 1 എങ്ങനെയാ ചെയ്യാൻ നോക്കാം. അതിന് നമ്മൾ ആദ്യം കമിഴ്ന്ന് കിടക്കണം. ഇതുപോലെ മാറ്റിലേക്ക് നമ്മൾ കമിഴ്ന്ന് കിടക്കണം. എന്നിട്ട് കൈകൾ ചെസ്റ്റിന് 2 സൈഡിലായിട്ട് പതിച്ചു വെക്കണം. കൈപ്പത്തിയും പതിച്ചു വെക്കണം, എൽബോസും പതിച്ചു വെക്കണം, ഹീൽസും ടോസും ജോയിൻ ചെയ്ത് വെക്കണം. നെറ്റ് മാറ്റിൽ പ്രസ് ചെയ്ത് കിടക്കണം. ഭുജംഗാസന വേരിയേഷൻ 1 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒന്നും ഇൻഹേൽ ചെയ്ത് അപ്പർ ബോഡി ലിഫ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പർ ബോഡി ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൽബോസ് പൊക്കുന്നില്ല, എൽബോസ് പതിച്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത്, കൈപ്പത്തിയും പതിച്ചാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് മുകളിലേക്ക് നോക്കുന്നു. ഹീൽസും ടോസും ജോയിൻ ചെയ്ത് ബാക്കിലേക്ക് നന്നായി വലിച്ചു കൊടുക്കുന്നു. മാക്സിമം എത്രത്തോളം നമുക്ക് അപ്പർ ബോഡി ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ലിഫ്റ്റ് ചെയ്യാം. മുകളിലേക്ക് നോക്കാം. ഈ സമയം നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്പൈൻ ഏരിയയിൽ സ്ട്രെച്ച് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ചെസ്റ്റിന്റെ ഭാഗത്ത് ഫുൾ അപ്പർ ബോഡിക്ക് നന്നായിട്ട് സ്ട്രെച്ച് അറിയാൻ പറ്റും. ഒരു 5 to 10 സെക്കൻഡ്സ് നമ്മൾ ഹോൾഡ് ചെയ്യാം. എന്നിട്ട് എക്സേൽ ചെയ്ത് ഡൗൺ ചെയ്യാം. എന്നിട്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മകരാസന 3 പോസ്റ്ററിലേക്ക് പോവാം. മകരാസന 3 പോസ്റ്റർ എങ്ങനെയാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, കാലുകൾ അകത്തി കാൽ വിരലുകൾ പുറത്തേക്ക് അയച്ചിട്ട് ഇടത് കൈ മാറ്റിൽ പ്രസ് ചെയ്ത്, ഇടത് കൈയിന്റെ മുകളിൽ വലത് കൈ പ്രസ് ചെയ്ത്, നെറ്റ് പ്രസ് ചെയ്ത് കണ്ണുകൾ അടച്ച് റിലാക്സ് ചെയ്യുന്ന ഈ ഒരു പോസ്റ്ററാണ് മകരാസന 3. ഇതൊരു റിലാക്സേഷൻ പോസ്റ്ററാണ് കേട്ടോ. ഈ ഭുജംഗാസന വേരിയേഷൻ 1 നമുക്ക് 3 to 4 അല്ലെങ്കിൽ 5 ടൈംസ് ഒക്കെ റിപ്പീറ്റ് ചെയ്യാം. ഹോൾഡ് ചെയ്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല അല്ലാതെയും ചെയ്യാം കേട്ടോ. കണ്ണുകൾ തുറക്കാം. ഇനി ഇവിടെ നിന്നും നമുക്ക് അടുത്തത് ചെയ്യാം. ഭുജംഗാസന വേരിയേഷൻ 2. ഇനി ചെയ്യുന്ന ഭുജംഗാസന നമ്മൾ സൂര്യ നമസ്കാരത്തിലും ചന്ദ്ര നമസ്കാരത്തിലും, നോർമൽ ചന്ദ്ര നമസ്കാരത്തിലും 2 ടൈപ്സ് ചന്ദ്ര നമസ്കാരം ഉണ്ട്. നോർമൽ ചന്ദ്ര നമസ്കാരം, അതുപോലെ സൈഡ് ടു സൈഡ് ചന്ദ്ര നമസ്കാരം. അപ്പൊ നോർമൽ ചന്ദ്ര നമസ്കാരത്തിലും സൂര്യ നമസ്കാരത്തിലും ചെയ്യുന്ന ഭുജംഗാസനയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതാണ് വേരിയേഷൻ 2. അത് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലുകൾ അടുപ്പിച്ച് വെക്കുന്നു, കൈകൾ ചെസ്റ്റിന് 2 സൈഡിലായിട്ട് പതിച്ചു വെക്കുന്നു, എൽബോസ് ബാക്കിലേക്ക് പോയിന്റ് ചെയ്യുന്നു. സൈഡിലേക്ക് ഇങ്ങനെ പോയിന്റ് ചെയ്യരുത്, ബാക്കിലേക്ക് പോയിന്റ് ചെയ്യുന്നു. നെറ്റ് പ്രസ് ചെയ്ത് കിടക്കുന്നു. ഇവിടെ ഒന്ന് ഇൻഹേൽ ചെയ്ത് അടിവയർ മാറ്റിൽ പ്രസ് ചെയ്ത് അപ്പർ ബോഡി മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നു, മുകളിലേക്ക് നോക്കുന്നു. ഈ സമയം ഷോൾഡർ ഇങ്ങനെ കംപ്രസ് ചെയ്യരുത്, അതുപോലെ എൽബോസ് ഇങ്ങനെ ലോക്ക് ചെയ്യരുത്. ഷോൾഡർ ഡൗൺ ചെയ്യണം, എൽബോസ് ബെൻഡ് ചെയ്യണം. എന്നിട്ട് കഴുത്ത് തിരിച്ച് മുകളിലേക്ക് നോക്കണം. കാലിങ്ങനെ സ്പ്ലിറ്റ് ആയി പോകരുത്, കാലുകൾ അടുപ്പിച്ച് വെക്കണം. ഹീൽസും ടോസും ജോയിൻ ചെയ്ത് കാലുകൾ മാക്സിമം ബാക്കിലേക്ക് വലിച്ചു കൊടുക്കുന്നു, മുകളിലേക്ക് നോക്കുന്നു. 5 to 10 സെക്കൻഡ്സ് നമുക്ക് ഹോൾഡ് ചെയ്യാം. എക്സേൽ ചെയ്ത് ഡൗൺ ചെയ്യാം. എന്നിട്ട് റിലാക്സ് ചെയ്യുന്നു. മകരാസന 3. ഇപ്പൊ ചെയ്ത ഈ ഭുജംഗാസനയും നമുക്ക് അപ്പർ ബോഡിക്ക് നന്നായിട്ട് സ്ട്രെച്ച് കിട്ടും. അതുപോലെ തന്നെ സ്പൈനും സ്ട്രെച്ച് കിട്ടും, ബാക്കിലും നമുക്ക് സ്ട്രെച്ച് കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്ക് ഹിഞ്ചൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പോസ്റ്റേഴ്സ് ആണ് ഇത് കേട്ടോ. കണ്ണുകൾ തുറക്കാം. ഇനി അടുത്ത ഭുജംഗാസന ചെയ്യാം. ഭുജംഗാസന വേരിയേഷൻ 3. അത് ഇതുപോലെ തന്നെ കാലുകൾ അടുപ്പിച്ച് വെക്കുന്നു, കൈകൾ ചെസ്റ്റിന് 2 സൈഡിലായിട്ട് പതിച്ചു വെക്കുന്നു, എൽബോസ് ബാക്കിലേക്ക് പോയിന്റ് ചെയ്യുന്നു, നെറ്റ് മാറ്റിൽ പ്രസ് ചെയ്ത് കിടക്കുന്നു.
ഇവിടെ ഒന്നും ഇൻഹേൽ ചെയ്ത് ഫുൾ അപ്പർ ബോഡി ഇതുപോലെ ലിഫ്റ്റ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ ചെയ്തപ്പോ അടിവയറ് മാറ്റിൽ പ്രസ് ചെയ്തു. ഇതില് ഫുൾ അപ്പർ ബോഡി ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മുകളിലേക്ക് നോക്കുന്നു. ഇത് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഷോൾഡർ ഇങ്ങനെ കംപ്രസ് ചെയ്ത് എൽബോസ് ഇതുപോലെ ലോക്ക് ചെയ്ത് വെക്കരുത്. ഷോൾഡർ ഡൗൺ ചെയ്യണം, എൽബോസ് ബെൻഡ് ചെയ്യണം, എന്നാൽ ഫുൾ അപ്പർ ബോഡി ലിഫ്റ്റ് ചെയ്യണം. കഴുത്ത് തിരിച്ച് മുകളിലേക്ക് നോക്കുന്നു, കാലുകൾ അടുപ്പിച്ച് വെക്കുന്നു, ഹീൽസും ടോസും ജോയിൻ ചെയ്യുന്നു, ഹോൾഡ് ചെയ്യുന്നു, എക്സേൽ ചെയ്ത് ഡൗൺ ചെയ്യുന്നു. മകരാസന 3ലേക്ക് റിലാക്സ് ചെയ്യുന്നു. ഇപ്പൊ ഈ ചെയ്ത പോസ്റ്റേഴ്സ് നമ്മുടെ സ്പൈൻ, അതുപോലെ ബെല്ലി, പിന്നെ ഫുൾ അപ്പർ ബോഡിക്ക് സ്ട്രെച്ച് കൊടുക്കേണ്ടത് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ആം സ്ട്രെങ്തനിങ് കൂടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ബോഡി ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കൈയിന് അത്യാവശ്യം നന്നായിട്ട് സ്ട്രെച്ച് കിട്ടും. കാരണം നമ്മൾ ഈ കയ്യിലാണ് ഫുൾ ബാലൻസ് കൊടുക്കുന്നത് അപ്പർ ബോഡി ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ കൈയിന് സ്ട്രെച്ച് കിട്ടുന്നുണ്ട്. ആം ഫാറ്റ് ബേൺ ചെയ്യുകയും ചെയ്യും, ആം സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യും ഈ പോസ്റ്റേഴ്സ് കേട്ടോ. ഇനി ഇവിടെ ഒന്നും അടുത്തത് ചെയ്യാം. തിര്യക് ഭുജംഗാസനയാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. തിര്യക് ഭുജംഗാസന എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കാലുകൾ അടുപ്പിച്ച് വെക്കുന്നു, കൈകൾ ചെസ്റ്റ് 2 സൈഡിലായിട്ട് പതിച്ചു വെക്കുന്നു, എൽബോസ് ബാക്കിലേക്ക് പോയിന്റ് ചെയ്യുന്നു, നെറ്റ് മാറ്റിൽ പ്രസ് ചെയ്ത് ഇറക്കുന്നു. ഇവിടെ ഒന്നും ഇൻഹേൽ ചെയ്ത് നേരത്തെ ഭുജംഗാസന 3ല് നമ്മൾ ലിഫ്റ്റ് ചെയ്ത പോലെ ഫുൾ അപ്പർ ബോഡി ലിഫ്റ്റ് ചെയ്യുന്നു, ഷോൾഡർ ഡൗൺ ചെയ്യുന്നു, എൽബോസ് ബെൻഡ് ചെയ്യുന്നു. ഇനി ഇവിടെ ഒന്നും എക്സേൽ ചെയ്ത് അപ്പർ ബോഡി ഇതുപോലെ റൈറ്റ് സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു, നോട്ടം ഇടത് ഹീലിലേക്ക് കൊടുക്കുന്നു. ഇൻഹേൽ സെന്റർ, എക്സേൽ ചെയ്ത് അപ്പർ ബോഡി ലെഫ്റ്റ് സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്യുന്നു, നോട്ടം റൈറ്റ് ഹീലിലേക്ക് കൊടുക്കുന്നു. ഇൻഹേൽ സെന്റർ, എക്സേൽ ഡൗൺ. ഇതാണ് 1 റൗണ്ട് ഓഫ് തിര്യക് ഭുജംഗാസന. തിര്യക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വിസ്റ്റിംഗ് ആണ്. അപ്പോൾ ട്വിസ്റ്റിംഗ് പോസ്റ്റർ ആണ് ഇത്. ഭുജംഗാസനയുടെ ട്വിസ്റ്റിംഗ് പോസ്റ്റർ ആണ് തിര്യക് ഭുജംഗാസന. ഭുജംഗാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോബ്ര പോസ് ആണ് അർത്ഥം. ഓക്കെ, കോബ്ര പോസ് ആണ് ഭുജംഗാസന. ഇനി റിലാക്സ് ചെയ്യാം. മകരാസന 3. കണ്ണുകൾ തുറക്കാം. ഇപ്പൊ നമ്മൾ ബാക്ക്വേർഡ് ബെൻഡിങ് പോസ്റ്റേഴ്സ് ആണ് ചെയ്തത്. അപ്പൊ ബാക്ക്വേർഡ് ബെൻഡിങ് പോസ്റ്റേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൗണ്ടർ പോസ് കൊടുക്കണം. കൗണ്ടർ പോസ് ഒരു ഫോർവേഡ് ബെൻഡിങ് പോസ്റ്റർ എന്തായാലും കൊടുക്കണം. കാരണം നമുക്ക് അത്രയും ചെയ്തുകൊണ്ട് തന്നെ ലോവർ ബാക്കിൽ കുറച്ച് സ്ട്രെയിൻ വന്നിട്ടുണ്ടാവും. ആ സ്ട്രെയിൻ പോവാൻ വേണ്ടിയിട്ട് നമ്മൾ കൗണ്ടർ പോസ് കൊടുക്കണം. അപ്പൊ ഇതിന്റെ കൗണ്ടർ പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മകരാസന 3, പിന്നെ വേറൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ് പോസ് ആണ്. അപ്പൊ ചൈൽഡ് പോസ് എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇതുപോലെ ഹീൽസിലേക്ക് അങ്ങ് ഇരിക്കുക, എന്നിട്ട് വയറും ചെസ്റ്റും തൊടയിലേക്ക് അങ്ങ് അമർത്തി കൈകൾ ഫ്രണ്ടിലേക്ക് നീട്ടി നെറ്റ് മാറ്റിൽ പ്രസ് ചെയ്ത് കണ്ണുകൾ അടച്ച് റിലാക്സ് ചെയ്യുന്നതാണ് ചൈൽഡ് പോസ്. ഈ സമയം നമ്മുടെ നട്ടില് റൗണ്ട് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇത് ബാക്ക്വേർഡ് ബെൻഡിങ് പോസ്റ്റേഴ്സ് ആണല്ലോ, അപ്പൊ അതിനുള്ള ബെസ്റ്റ് ആയിട്ടുള്ള കൗണ്ടർ പോസ് ആണ് ഇത്. ഈ സമയത്ത് നമുക്ക് ലോവർ ബാക്കിന് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് വെച്ചാൽ അത് പോവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കണ്ണുകൾ തുറക്കാം. അപ്പൊ ഇത്രയാണ് ഭുജംഗാസന സീരീസ്. ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇനി നല്ല രീതിക്ക് നമുക്ക് ലോവർ ബാക്ക് പെയിൻ ഉണ്ട് വെച്ചാൽ ഇത് പ്രാക്ടീസ് ചെയ്യാണ്ടിരിക്കുക നന്നാവുക. അങ്ങനെയുള്ളവർ ഇത് അവോയ്ഡ് ചെയ്യണം. ലൈക്ക് ഇപ്പൊ ഹെർണിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ ഡിസ്ക് ബൾജ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ആദ്യം കുറച്ച് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമ്മളുടെ ബോഡി അതായിട്ട് അഡാപ്റ്റ് ആവുന്ന സമയത്ത് കുറച്ച് അധിക സമയം നമുക്ക് ഹോൾഡ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് പെയിൻ വരും, അതായത് പെയിൻ കൂടും അങ്ങനെയുള്ളവർക്ക്. ഇതിപ്പോ ഏതൊരു പോസ്ചർ പറഞ്ഞാലും അതിന് കോൺട്രാ ഇൻഡിക്കേഷൻ അതുപോലെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ എല്ലാം പേഴ്സൺ ടു പേഴ്സൺ ആണ്. ഇപ്പൊ നമുക്ക് ചെയ്യാം, ഒക്കെ നമുക്ക് ട്രൈ നോക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അങ്ങനെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. ഇത് പതുക്കെ ചെയ്തു തുടങ്ങുക, ആരായാലും പതുക്കെ ചെയ്തു തുടങ്ങുക. പിന്നെ പിന്നെ നമുക്ക് ഈ പോസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യാം. ആണ് ഭുജംഗാസന സീരീസ് വരുന്നത്. ഇത് ചെറിയ രീതിക്കുള്ള ബാക്ക്വേർഡ് ബെൻഡിങ് പോസ്റ്റേഴ്സ് ആണ്. ഇനി ഡീപ്പ് ബാക്ക്വേർഡ് ബെൻഡിങ് പോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ നോക്കാം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ പോസ്റ്റേഴ്സ്. അടുത്ത ദിവസം കാണാം. നമസ്തേ.